നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചാൽ ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ല എന്നുള്ള അവസ്ഥയാണ്. ഓൾമോസ്റ്റ് ചരമഗതിയിൽ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥ. ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിനില്ലാത്ത വിധം അകാല ചരമത്തിലേക്ക് പോവരുതെങ്കിൽ ഇപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കേന്ദ്ര കായിക മന്ത്രാലയം തന്നെ നേരിട്ടിറങ്ങി വന്ന് ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങളിലാണ്. അതിന്റെ ഭാഗമായിട്ട് നാളത്തെ ദിവസം ഡിസംബർ 3-ാം തീയതി ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ദിവസം തന്നെയായിരിക്കും. കാരണം ഇടവേളകളില്ലാത്ത ചർച്ചകൾ തന്നെയാണ് നാളെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ ചർച്ചകൾക്കൊടുവിലെങ്കിലും ഒരു അനുകൂല തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ആരാധകരെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ എന്നല്ല, ഇന്ത്യൻ ഫുട്ബോളിന്റെ നാളെ ഉച്ചതിരിഞ്ഞ് 1:30 ISL ക്ലബ്ബുകളുടെ ഒരു മീറ്റിംഗ് കേന്ദ്ര ഗവൺമെന്റ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ 2:15 ആകുമ്പം ഐ ലീഗ് ക്ലബ്ബുകളുടെയും ലോവർ ഡിവിഷൻ ക്ലബ്ബുകളുടെയും ഒരു യോഗവും 3 മണിയോടുകൂടി FSDLന്റെ ഒരു യോഗവും 3:30 മറ്റ് പോസിബിൾ ബിഡേഴ്സിന്റെ ഒരു യോഗവും 4 മണിക്ക് ബ്രോഡ്കാസ്റ്റേഴ്സിന്റെയും OTT പ്ലാറ്റ്ഫോമുകളുടെയും യോഗവും 4:30 ജോയിന്റ് സെഷൻ വിത്ത് ഓൾ പാർട്ടീസ്. ഈ സംഭവങ്ങളിൽ, അതായത് നേരത്തെ പറഞ്ഞ യോഗങ്ങളിലെല്ലാം പങ്കെടുത്ത ആളുകളുടെ എല്ലാ റെപ്രസെൻറ്റേറ്റീവിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശാലമായിട്ടുള്ള ഒരു യോഗവും നടത്തും കേന്ദ്ര മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ എന്നാണ് അറിയുന്നത്. കാരണം FSDL ആ ഒരു രംഗത്തേക്ക് തിരിച്ചു വന്നത് ശുഭാപ്തി വിശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കം ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാൻ ഉണ്ടായത് വളരെ ശ്ലാഘനീയവും എടുത്തു പറയേണ്ടതും തന്നെയാണ്. വേണമെങ്കിൽ അവർക്ക് ഇതിനെ ഇഗ്നോർ ചെയ്ത് വിടാം, യാതൊരു വിധത്തിലുള്ള പരിഗണനയും കൊടുക്കാത്ത വിധത്തിൽ അവഗണിച്ചു വിടാം. നേരത്തെ ഇന്ത്യൻ ഫുട്ബോളിനെ അവഗണിച്ചു വിട്ട സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. ഏതായാലും നാളെ 1:30 മുതൽ 5 മണി വരെ പ്ലാൻ ചെയ്തിരിക്കുന്ന ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരും. ISL ക്ലബ്ബുകളുടെയും ഐ ലീഗ് ക്ലബ്ബുകളുടെയും FSDLന്റെയും മറ്റ് പോസിബിൾ ബിഡേഴ്സിന്റെയും പിന്നീട് OTT പ്ലാറ്റ്ഫോമുകളുടെയും എല്ലാം യോഗം വിളിച്ചു ചേർത്തോടു കൂടിയിട്ട് കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയും മീറ്റിംഗ് കൊണ്ട് കാര്യമില്ലെങ്കിൽ കാര്യമില്ല.